ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നമ്മുടെ പുതിയ അരോനയെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫിഷിന് ഇത്രയും വില വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിഷിന് കുറച്ച് പ്രത്യേകതകളുണ്ട് മറ്റു ഫിഷുകളെ വെച്ച് നോക്കുമ്പോൾ. ഇതൊരു ലക്കി ഫിഷ് എന്നോട് ആണ് അറിയപ്പെടുന്നത് ഈ അരോന എന്ന് പറയുന്ന മത്സ്യം. ഇതിൻ്റെ ഒരുപാട് ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. സിൽവർ, അതുപോലെ തന്നെ റെഡ്, ഗോൾഡൻ, ഗ്രീൻ, അങ്ങനെ ഒരുപാട് കളറുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് സിൽവറാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞ തമ്പനയിൽ കൊടുത്തിരിക്കുന്ന തമാശയല്ല, സീരിയസ്ലി ഇതിൻ്റെ വലിയ ഒരു മീനിന് ആ ഒരു റേറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം, അതോരോ സൈസ് അനുസരിച്ചാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത് ഒരു 4-5 ഇഞ്ച് സൈസുള്ള മീനാട്ടോ. അപ്പോൾ നമുക്ക് ഡീറ്റെയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു മീനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മീൻ എന്തെങ്കിലും അപകടങ്ങൾ, നമ്മുടെ വീട്ടിന് എന്തെങ്കിലും അപകടങ്ങൾ, അതുപോലെ ഭൂമി കുലുക്കം, ഈ പറഞ്ഞ പ്രകൃതിക്ഷോഭങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ മീൻ അതിനു മുമ്പ് സൂചനകൾ തരുമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ വീട്ടിലേക്ക് ഭാഗ്യം കൊണ്ടുവരാനായിട്ട്, പണത്തെ ആകർഷിക്കാനൊക്കെ, സമ്പത്തിനൊക്കെ പറ്റിയ ഒരു മീനാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെല്ലാവരും വളർത്തുന്ന ഒരു ടാങ്കിൽ ഒറ്റയ്ക്കിട്ടാണ് വളർത്തേണ്ട സ്ഥലം എന്ന് പറയുന്നത് വീടിൻ്റെ തെക്ക് കിഴക്കായിട്ടോ അതല്ലെങ്കിൽ വടക്ക് വശത്തായിട്ടാണ് ഇതിനെ വളർത്തുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും സാധനം മേടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 5 ഇഞ്ച് സൈസാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1000 മുതൽ 1500 രൂപ അടുത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഇത് വാങ്ങണമെന്ന് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക്. അപ്പോൾ നമുക്കിതിനെ എന്തായാലും ടാങ്കിലേക്ക് മാറ്റാം. അപ്പോൾ ടാങ്കിലേക്ക് മാറ്റുന്നതിന് മുമ്പ് നമുക്ക് ഇതേപോലെ കിട്ടുന്ന ഇത് ജസ്റ്റ് നമ്മൾ ഇടാൻ പോകുന്ന ടാങ്കിൽ ഇങ്ങനെ ഇറക്കി വെക്കണം കേട്ടോ. ഏകദേശം ഒരു 10-5 മിനിറ്റ് ഇങ്ങനെ വെക്കുക. നമ്മൾ ഓൾറെഡി വെച്ചതാണ്, അപ്പോൾ നമുക്ക് അതുകൊണ്ട് നേരത്തെ മാറ്റുകയാണ്. അപ്പോൾ അങ്ങനെ വെക്കുന്നതിന് മുമ്പ് ഈ ടാങ്ക് വലിയ ടാങ്ക് ആയിരിക്കണം, അതായത് മീനിൻ്റെ സൈസിൻ്റെ ഒരു വലിയ ടാങ്ക് ആയിരിക്കണം. അപ്പോൾ ഈ ഒരു മീനിൻ്റെ സൈസും ഈ ഒരു ടാങ്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ടാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ടാങ്കിനെ മൊത്തം ഞാൻ തന്നെ ഉണ്ടാക്കിയ മൊത്തം ചിലവ് 750 രൂപ അടുത്താണ് ആയത്. അപ്പോൾ നമുക്ക് എന്തായാലും മീനെ ഇതിലേക്ക് ഇടാം. അപ്പോൾ പതിയെ മീനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആൾക്ക് നല്ല രീതിയിൽ ഓടിക്കളിക്കാനുള്ള ഒരു സ്ഥലം ഉണ്ട് കേട്ടോ. കണ്ടോ, നല്ല വലിയ രീതിയിൽ ഓടിക്കളിക്കാനുള്ളൊരു സെറ്റപ്പ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സെറ്റപ്പ് വേണം. അപ്പോൾ ഇതിന് ഫീഡായിട്ട് ലൈവ് ഫീഡ് കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഇവൻ നല്ല ഉയരത്തിൽ ചാടും. ഒരു 3 മീറ്ററിന് മുകളിൽ ചാടാൻ സാധ്യതയുള്ളതുകൊണ്ട് എപ്പോഴും അടച്ചു വെക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു നെറ്റ് കരുതിയിട്ടുണ്ട്. അപ്പോൾ ആ നെറ്റ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ നെറ്റ് ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ജസ്റ്റ് ഇടുന്നുള്ളൂ, ചാടാതിരിക്കാൻ വേണ്ടിയിട്ടായിട്ട് നമ്മളിത് ഇങ്ങനെ ഒരു നെറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയാണ് ഇവന്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഒരു ലക്കി ഫിഷ് എന്ന് തന്നെ പറയാം, കാരണം ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഈ ഒരു ഫിഷിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും നമ്മുടെ വീട്ടിലൊരു കുടുംബത്തിൽ എന്തെങ്കിലും ഒരു മരണം അല്ലെങ്കിൽ നമ്മുടെ അപകടം, ആക്സിഡൻ്റൊക്കെ വരാൻ നേരത്ത് ഈ ഒരു മത്സ്യം യജമാനോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് അത് സ്വയം ഏറ്റ് മരിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഫിഷിന് ഇത്രയും എന്താ പറയുക കോസ്റ്റ്ലി ആവാനും, അതുപോലെ തന്നെ ഇത്രയും ആളുകൾക്ക് വളർത്താനുള്ളൊരു ഉണ്ടാവാനുള്ള കാരണം അതാണ്. നല്ല രസമാണ് ഈ ഒരു മത്സ്യത്തിൻ്റെ ഒരു എന്താ പറയുക കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മളായിട്ട് ഇണങ്ങുന്ന ഒരു മത്സ്യം കൂടെ ആട്ടോ ഇത്. അപ്പം നമുക്കിതിന് ചെറിയ കുഞ്ഞ് ഗപ്പീസ്, അതുപോലെ തന്നെ ഗോൾഡ് ഫിഷ്, അതതിൻ്റെ സൈസ് അനുസരിച്ചാണ്. ഇതിപ്പോൾ 5 ഇഞ്ച് സൈസാണ്. ഇത് ഓരോ സൈസ് കൂടുന്നതനുസരിച്ചാണ് ഈ റേറ്റ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞ പോലെ 1500 രൂപ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു 10 ഇഞ്ച് സാധനത്തിന് ഏകദേശം 10000 രൂപ മുകളിൽ റേറ്റ് വരും, 20000 രൂപ അടുത്ത് വരെ. അത് ഓരോ സൈസ് അനുസരിച്ച് കൂടിക്കൊണ്ടേയിരിക്കും. ഇത് വലുതാവുന്നതനുസരിച്ച് ഇതിൻ്റെ മൂല്യവും വളരെയധികം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനെ ഇടുമ്പോൾ എപ്പോഴും ഒറ്റയ്ക്ക് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഗപ്പീസ്, അതുപോലെ തന്നെ കുഞ്ഞി തവളകൾ, ഗോൾഡ് ഫിഷ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിന് ഫീഡായിട്ട് കൊടുക്കാം. പിന്നെ ഇറച്ചി ഇവൻ കഴിക്കും. അപ്പോൾ ഇറച്ചി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പച്ച ചെമ്മീൻ, ഇതൊക്കെ നമുക്ക് കൊടുക്കാം. കൂടുതൽ ഇവന് ഇഷ്ടം ലൈവ് ഫീഡാണ് ഇവന് കൂടുതൽ നല്ലത്. നല്ല രീതിയിൽ ഫീഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം വേഗത്തിൽ നല്ല വലുതാവുന്ന ഒരു മത്സ്യം കൂടെയാണിത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പുതിയ ടാങ്കിലൊക്കെ കിട്ടി കഴിയുമ്പോൾ ആളൊന്ന് സെറ്റായി വരാൻ ചിലപ്പോൾ 2-3 ദിവസം എടുക്കും.
അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ആവും. ചിലപ്പോൾ ഒരു സൈഡിൽ പോയിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്നും പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. ഒരു 2-3 ദിവസത്തിനുള്ളിൽ റെഡിയാവും. പിന്നെ ഫീഡ് കറക്റ്റായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ വോംസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിന് ലൈവ് ഫീഡായിട്ട് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ചെറിയ സ്മോൾ ഗപ്പീസൊക്കെ കൊടുക്കാം. അത് ഓരോ സൈസ് അനുസരിച്ച് വേണം ഗപ്പീസിൻ്റെ സൈസും നമ്മൾ എടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു 5 ഇഞ്ച് ആയതുകൊണ്ട് ചെറിയ സൈസിലുള്ള ഗപ്പീസിനായിരിക്കണം കൊടുക്കേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവൻ നല്ല രീതിയിൽ ചാടും. അപ്പോൾ അക്വേറിയം നല്ല വലിയ അക്വേറിയം ആയിരിക്കണം. അതുപോലെ തന്നെ ഇതുപോലെ മുകളിൽ എന്തായാലും ക്ലോസിങ് വേണം. അതാണ് ഇവൻ്റെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാരണം അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ അവൻ ചാടി പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ചെറിയ മോളിൽ എന്തെങ്കിലും ഒരു പാറ്റയോ അല്ലെങ്കിൽ ഉറുമ്പോ അങ്ങനെ എന്തെങ്കിലും, ഇപ്പോൾ ഈ ഈ ഒരു സൈഡിലായതുകൊണ്ട് തന്നെ മതിലിൽ കൂടെ എന്തെങ്കിലും ഒരു ചെറിയ സാധനം പോകണം കണ്ടു കഴിഞ്ഞാൽ അവൻ ചാടി പിടിക്കാനായിട്ട് ശ്രമിക്കും. അതിൻ്റെ ഒരു പ്രത്യേകത 3 അടിയോളം ഉയരത്തിൽ ചാടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സോ നിങ്ങൾ വെക്കുമ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ അതിനൊരു ക്ലോസിങ് കൂടെ വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കുക. ഫിഷിംഗ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫിഷിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. നമുക്കപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഞാൻ ശ്രീകുമാർ, സൈനിങ് ഓഫ്.